ലോക കേരള സഭയുടെ 5ാം പതിപ്പിന് തുടക്കമായി. തിരുവനന്തപുരം നിശാഗന്ധിയിൽ പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രവാസി മലയാളികളുടെ ആഗോള പൊതുവേദിയായി ലോക കേരള സഭ മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നാളെ മറ്റന്നാളുമായി നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് പ്രതിനിധി സമ്മേളനങ്ങൾ നടക്കുക. ഇത്തവണയും പ്രതിപക്ഷ ബഹിഷ്കരണത്തോടെയാണ് ലോക കേരള സഭ ആരംഭിച്ചത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ശശി തരൂർ എംപിക്കും പൊതുസമ്മേളന പരിപാടിയിൽ ക്ഷണമുണ്ടായിരുന്നെങ്കിലും ഇരുവരും പങ്കെടുത്തില്ല. 5ാം പതിപ്പിൽ 125 രാജ്യങ്ങളിൽ നിന്നും 28 സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള 182 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. പ്രവാസികൾക്ക് നാടിനെക്കുറിച്ച് അഭിപ്രായം പറയാനും വികസനത്തിൽ പങ്കാളികളുമാകാനുള്ള വേദി ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലോക കേരള സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രിയുടെ വിമർശനം. ഇത് പ്രവാസികളുടെ ഒരു പാർലമെന്റാണ്. യഥാർത്ഥത്തിൽ അത് പ്രവാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനോട് ചേർന്ന് നിൽക്കാൻ എല്ലാവർക്കും ആവണ്ടേ? നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾക്കും അത് തിരിച്ചു കാണിക്കാൻ കഴിയണ്ടേ? നിർഭാഗ്യവശാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർക്ക് അത് കഴിയുന്നില്ല. വളരെ ഇടുങ്ങിയ മനസ്സോടെ ഞാൻ ബഹിഷ്കരിക്കുകയാണ് എന്ന് പറയുകയാണ്. നാളെ രാവിലെ 10-ന് നിയമസഭാ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ലോക കേരള സഭാ നടപടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. 8 പ്രധാന വിഷയങ്ങളിലൂന്നിയ ചർച്ചകളും പ്രാദേശിക സമ്മേളനങ്ങളും നാളെ മുതൽ നടക്കും. ധൂർത്ത് ആരോപിച്ചും പദ്ധതി നടത്തിപ്പിലെ വ്യക്തതക്കുറവും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം ഇത്തവണയും ലോക കേരള സഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.